അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അയ്യോ എന്റെ ആങ്ങളെയാണല്ലോ. പ്രണന്തും സ്തോതും പ്രോഗ്രാം. റോബിന്റെ റിസപ്ഷന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. റിസപ്ഷന് പോയില്ല, ഞാൻ കല്യാണത്തിനാ പോയത്. എല്ലാ ഇൻവിറ്റേഷനും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ചേച്ചിയെ മാത്രമാണ് വിളിച്ചത്. അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അയ്യോ എന്റെ ആങ്ങളെയാണല്ലോ. അവനെ ആങ്ങളേനെ വിട്ടിട്ടുള്ള കളിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മോളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റ് ഫംഗ്ഷൻസിനൊന്നും പോകാൻ പറ്റിയില്ല. ഗുരുവായൂർ പോയി, നമ്മള് പുടവ കൊടുപ്പിനും കല്യാണത്തിനും എല്ലാത്തിനും ഉണ്ട്. ഈ പലരും പറഞ്ഞത് കുറെ ആൾക്കാരെ ഇൻവൈറ്റ് ക്ഷണിക്കാതിരുന്നത് കുറച്ച് പേഴ്സണൽ ചടങ്ങായിട്ട് നടത്തിയാൽ മതി എന്ന് കുടുംബത്തിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ എന്നെ അവരുടെ കുടുംബത്തെ ഒരു അംഗമായിട്ട് കാണുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല റോബിൻ എങ്ങനെയാണോ എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അച്ഛനും അമ്മയും മാളു എന്ന് പറയുന്ന അനിയത്തി എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ? ബിഗ് ബോസ് കഴിഞ്ഞിട്ടില്ലേ എവിടെയൊക്കെ കണ്ടില്ല? 100 ദിവസം മാറി നിന്നില്ലേ? കൂടെ ഒരാളെ കണ്ടില്ലേ? ആളുമായിട്ടുള്ള ഗുസ്തിയിലാണ്. ചെറുതിനെ കണ്ടില്ലേ? മോളെ കണ്ടില്ലേ? അദ്ദേഹത്തിനെ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ. ശരി ശരി. ഫുഡ് കഴിച്ചില്ല? സൂപ്പർ ആയിരുന്നു. വെൽ ഓർഗനൈസ്ഡ് പ്രോഗ്രാം. അല്ല ഞാനിവിടെ തൃപ്പൂണിത്തുറ താമസിക്കും. ബൈ ബൈ. അപ്പൊ കാണാട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. ലാലേട്ടന്റെ സിനിമ